ഹലോ ഫ്രണ്ട്സ്, അത് നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മൾ മാലിയ ചർച്ചിൽ കുവൈറ്റ് സിറ്റിയിൽ പോയതാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കുവൈറ്റ് സിറ്റിയിലുള്ള മാലിയ ചർച്ച് വിസിറ്റ് ചെയ്ത്. നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പള്ളിയിലും ഒന്ന്, മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിലും ഒന്ന് പോകാൻ വേണ്ടി കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞാവ് നമ്മളുടെ കാർ സീറ്റിലൊക്കെ അടങ്ങിയിരുന്നു. വെളിയിലെ കാഴ്ചകളും ബിൽഡിങ്സും ഒക്കെ കണ്ട് ആസ്വദിച്ച് സമാധാനമായിട്ടൊക്കെ ഇരുന്നു. പള്ളിയിൽ ചെന്നു. മലയാളം മാസമല്ലായിരുന്നു, അന്ന് അറബിക് മാസമായിരുന്നു. നമ്മൾ ചെന്നു എന്നാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു, പങ്കെടുത്തു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ലൊരു ബ്ലെസ്ഫുള്ളായിട്ടുള്ളൊരു ഡേ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ വെളിയിലുള്ള ചൂടും ബുദ്ധിമുട്ടുകളും ഒക്കെ നല്ല രീതിയിൽ കുഞ്ഞിനെ അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈവൻ നമുക്ക് പോലും താങ്ങാൻ വയ്യാത്ത ചൂടായിരുന്നു. നമ്മളവിടെ ചെന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഫ്രൈഡേ ആയതുകൊണ്ട്. പക്ഷേ ചർച്ചിൻ്റെ അറ്റ്മോസ്ഫിയറും എല്ലാം അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ട് പ്ലസൻ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നാഷണാലിറ്റിയിലുള്ള ആൾക്കാരും ഒരുപാട് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള ആൾക്കാരും അതെല്ലാം മാതാവിൻ്റെ ബിലീവേഴ്സും ഒക്കെ അതിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു യൂണിറ്റി അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. നല്ല അച്ചടക്കത്തോടെ ആൾക്കാരെല്ലാം കയറി പ്രാർത്ഥിച്ച് സമാധാനത്തോടെ പോയി. നമ്മൾ ആദ്യമായിട്ടാണ് കുവൈറ്റ് സിറ്റിയിൽ ഫാമിലിയായിട്ട് പോകുന്നത്. പലവട്ടം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. അങ്ങനെ കുവൈറ്റ് സിറ്റിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ചാച്ചൻ ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. കുഞ്ഞു വന്നിട്ട് പോകാനിരുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇനിയും ക്ലൈമറ്റ് ഒന്ന് നല്ല സൂത്തനിങ് ആയി കഴിയുമ്പോൾ വേണം നമുക്കൊന്ന് പോകാനായിട്ട്. നമ്മളിത് 2 ആഴ്ച മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇപ്പം നമുക്കത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളൊന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം പ്ലാനിട്ട് പോയി. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടത്തിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ വഴിയിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുപാട് വലിയ ബിൽഡിങ്സും അതുപോലെ കണ്ടിട്ടില്ലാത്ത കുറേ ഷോപ്പിംഗ് മാളുകളും എല്ലാം ഉണ്ടായിരുന്നു 2 സൈഡിലും. പിന്നെ വണ്ടിയിലിരുന്ന് 2 സൈഡും കുഞ്ഞാവൻ വഴി നോക്കി കുറേ നേരം ഇരുന്ന സമയത്ത് ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം വീഡിയോ പിടിച്ചാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുവൈറ്റിൻ്റെ മെയിനായിട്ടുള്ള സിറ്റി ഏരിയ. ഇങ്ങനെ 2 സ്ഥലത്തുമായിട്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അത്യാവശ്യം ഗ്രീനറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ തന്നെയുള്ള ഗ്രാൻഡും മാർക്ക് ആൻഡ് സെയിലും അതുപോലത്തെ ഷോപ്പുകൾ, നെസ്റ്റോ, ഇതെല്ലാം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓവർ ബ്രിഡ്ജുകളുണ്ട്. പിന്നെ പല ഡൈവേർഷനിലോട്ടുള്ള പല വഴികളുണ്ട്. സ്പോട്ട് ചെയ്ത് പറയാൻ മാത്രം എനിക്കത്ര ഫെമിലിയർ അല്ല ഈ ഏരിയ. അങ്ങനെ ചാച്ചൻ കാണിച്ചു തന്ന ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഓരോന്നും വീഡിയോ പിടിച്ച് പോവുകയാണ്. കുഞ്ഞുവാവനെ കാർ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ വലിയ വഴക്കൊന്നും ഇല്ലാതെ ഇരുന്നു. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു കേട്ടോ. വെള്ളം കുടിച്ചാണ് ഞങ്ങൾ ഇവിടം തൊട്ട് അവിടം വരെ എത്തിയത്. അത്രയ്ക്കും ഭയങ്കര ബോഡിയുടെ ഒരു ജലാംശം വലിച്ചെടുക്കുന്ന ചൂടായിരുന്നു കേട്ടോ. നമ്മൾ തളർത്തി കളയുന്ന പോലത്തെ ചൂട്. ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഹൈറ്റുള്ള ഒരുപാട് ഭംഗിയുള്ള ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഓരോന്നും കണ്ടാണ് നമ്മളിവിടുന്ന് പോയത്. അങ്ങനെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ഡബിൾ ഡെക്കർ ബസ്സുകളും ബസ് സർവീസുകളും എല്ലാം ഫ്രൈഡേ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പം നമ്മുടെ കുവൈറ്റിൻ്റെ ഈ ഏരിയ കൂടെയൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ സ്പോട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി നമ്മൾ മാലിയ ചർച്ച്, കുവൈറ്റ് സിറ്റിയിലെ ചർച്ചിലെത്തി. ഇത് ഒരു കാത്തലിക് ചർച്ചാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെയാണ് അവിടെ എത്തിയത്. ഏകദേശം ഒരു 12 മണി ഒക്കെ ആയി എത്തിയപ്പോഴത്തേക്ക്. രാവിലെ അവിടെ മലയാള മാസം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് സമയം അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ ഒരു സ്ഥലം കിട്ടി. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് കയറുകയാണ്. നല്ല ചൂടാണ്. ഏകദേശം 46 ഡിഗ്രി ആ റേഞ്ചിലൊക്കെ ചൂടുണ്ടായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ച് പള്ളിയിലേക്ക്
കയറാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് അവിടെ ശ്രദ്ധിച്ച് ചൂട് കാരണം അവിടെ ഒരു സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാനിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സ്പ്രേ ചെയ്യുന്ന ഒരു ചെറിയ പ്രോസസ്സ്. അത് കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ ചൂടിന്ന് ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. കാറ്റ്, ഫാനിൽ നിന്ന് വരുന്ന കാറ്റിൽ വെള്ളം കൂടെ നമ്മുടെ ദേഹത്തേക്ക് ചെറുതായിട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സുഖമായിരുന്നു. ആ ചൂടത്ത് അവിടെ കുറച്ച് ചെറിയൊരു കാറ്റും തണുപ്പ് വെള്ളവും കൂടെ ദേഹത്തേക്ക് അപ്പോൾ നല്ലൊരു സുഖം കിട്ടി. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു. അവിടെ ഓഫീസിൽ ചോദിച്ചപ്പോൾ പ്രസൻ്റ്ലി അവിടെ അറബിക് മാസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് മാസിന് കയറാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് നടന്നു. എങ്ങനെയാണ് തിരക്കുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. വിചാരിച്ച പോലെ തിരക്കുണ്ടായില്ല. ഞങ്ങൾക്ക് നിൽക്കാനും കുർബാന സംബന്ധിക്കാനും പറ്റി. അറബിക് മാസായിരുന്നു, എന്നിരുന്നാൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റി. കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയി. ഇനിയും ഞങ്ങൾ ചെറിയൊരു പർച്ചേസിനായിട്ട് പോകണമായിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ക്ലോത്ത്സും അതേപോലെ തന്നെ മറ്റെല്ലാ ആവശ്യമുള്ള സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലമായിരുന്നു. നമ്മൾക്ക് കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അതേപോലെ മറ്റ് കുറച്ച് ഗ്രോസറി അങ്ങനെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഉച്ചയായി, നല്ല വിശപ്പായി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതാണ് ഇറങ്ങിയിരുന്ന് പള്ളിയിലേക്ക് പോരുന്ന കാരണം ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് തൊട്ടടുത്ത് തന്നെ കണ്ടത്. പിന്നെ അത് നോക്കിയില്ല, നേരെ അവിടെ ഗ്രാൻഡിൻ്റെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ടൗണിലധികം പരിചയമില്ലാത്ത കാരണം ഷോപ്പുകളും ഹോട്ടൽസും ഒക്കെ എവിടെയാണെന്നുള്ള കാര്യം വലിയ നിശ്ചയമില്ലായിരുന്നു. അങ്ങനെ ആണ് ഗ്രാൻഡിൽ തന്നെ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി. അവിടെ ചില കോംബോസൊക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോംബോസ് എന്താണെന്നൊക്കെ ഞങ്ങൾ ഒന്ന് നോക്കി എടുക്കാമെന്ന് വെച്ചു. പോണ വഴിക്ക് ഫിഷിൻ്റെ സ്റ്റാള് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു. അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി. അതേസമയം നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്ത് സെക്ഷനിലെ ആളുടെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. സമൂസ വിത്ത് ടീ, പിന്നെ അതേപോലെ തന്നെ അതൊരു കോംബോ ആയിരുന്നു. പിന്നെ ഒരു ഹാഫ് പോർഷൻ ബിരിയാണി, പിന്നെ ഒരു ബ്രോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് കുഞ്ഞു എഴുന്നേറ്റിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് 2 മിൽക്ക് ഷേക്കുകളും വാങ്ങി നേരെ വണ്ടിയിലേക്ക് വന്നു. അങ്ങനെ അന്നത്തെ ഒരു മാലിയ ചർച്ച് ട്രിപ്പ് കംപ്ലീറ്റായി.
ഞങ്ങൾ തിരിച്ചു പോകും. താങ്ക് യു.